നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിൽ തുടർ നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ രംഗത്ത്. പണം തിരിച്ചു കിട്ടാതെയായതോടെ നിരവധി നിക്ഷേപകരാണ് ദുരിതത്തിലായത്. 2017 സെപ്റ്റംബർ 17-നാണ് 55 വർഷമായി കേരള തമിഴ്നാട് അതിർത്തിയായ മത്തൻപാലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പൂട്ടി ഉടമ നിർമ്മലനും ജീവനക്കാരും മുങ്ങിയത്. 1000 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. 580 കോടി രൂപ നൽകാനും സ്ഥാപനത്തിന് 350 കോടി രൂപയുടെ ആസ്തികളുണ്ടെന്നും കേസിലെ ഒന്നാം പ്രതിയായ നിർമ്മലൻ തന്നെ തമിഴ്നാട് കോടതിയിൽ വ്യക്തമാക്കിയതാണ്. തുടർന്ന് വസ്തുവകകൾ അറ്റാച്ച് ചെയ്യുന്നതിന് കോടതി ഉത്തരവും വന്നു. പക്ഷേ ഉത്തരവാദപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരികൾ ഇതിന് നടപടി സ്വീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. പണം തിരിച്ചു കിട്ടാതെ ആയതോടെ നിരവധി നിക്ഷേപകരാണ് ദുരിതത്തിലായത്. ഇവരെ വസ്തുക്കൾ ലേലം ചെയ്യുന്നുവെന്ന് പറയുന്നുണ്ട്. ലേലം ചെയ്ത് കോടതിയിൽ നിന്ന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവായിട്ടുണ്ട്. അത് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നടപടികളിൽ വളരെയധികം ദുരൂഹതകളുണ്ട്. കാരണം ഈ കക്ഷികളുടെ ബിനാമികൾ, അതായത് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് ഈ വസ്തു മറിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം കോടതിയിൽ ഗവൺമെൻറ് റേറ്റ് കുറച്ച് പിടിച്ചിട്ട് ആ വസ്തു പുറത്ത് മറിച്ച് വിറ്റ് പൈസ അടയ്ക്കുന്ന ഏർപ്പാടാണ് നടക്കുന്നത്. കോടതി ഇത് കബളിപ്പിക്കുകയാണ്. എൻ്റെ ഭർത്താവ് 30 വർഷത്തിന് മുകളിൽ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. 2016 മതിയാക്കി നാട്ടിൽ വന്നു. ഈ വന്നത് അറിഞ്ഞുകൊണ്ട് നിർമ്മൽ കൃഷ്ണന് 2 സ്റ്റാഫുകളിലൂടെ വന്നിരുന്നു, ശേഖരനും രവീന്ദ്രനും. അവിടെ പൈസ നിക്ഷേപിച്ച പലിശയും എപ്പോൾ നിങ്ങൾ പണം ആവശ്യപ്പെട്ടാലും തരാമെന്നുള്ള അടിസ്ഥാനത്തിൽ അവിടെ ഇടാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇട്ടു. 2017 ആയപ്പോൾ എൻ്റെ ഭർത്താവിന് അസുഖം വന്നു. ടെസ്റ്റ് ചെയ്തപ്പോഴേ ക്യാൻസർ ആണെന്നറിഞ്ഞു. അപ്പം ചികിത്സയ്ക്ക് വേണ്ടി 3-4 പ്രാവശ്യം സമീപിച്ചിട്ട് 1 രൂപ പോലും തന്നില്ല. അതിൻ്റെ ഈ കാശ് കിട്ടിയില്ലെങ്കിൽ ജീവിക്ക് വേറെ നിവൃത്തിയില്ല. 4 വർഷമായിട്ട് നിവൃത്തിയില്ല. ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ. കാരണം പ്രായം തെറ്റി എന്നെക്കൊണ്ട് 5 പൈസയ്ക്ക് എൻ്റെ മക്കൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനോ അവർക്ക് ആഹാരം കൊടുക്കാനോ ഉള്ള നിവൃത്തി ഇനിയില്ല. എൻ്റെ വൈഫിൻ്റെ പേരിലും മക്കളുടെ പേരിലുമായിട്ട് 35 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു കാശ് പോലും അവൻ തന്നില്ല. മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. നിർമ്മൽ കൃഷ്ണ നിധിയുമായി ബന്ധപ്പെട്ട് മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ കേരളത്തിൽ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. ഈ പ്രതികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും നിക്ഷേപകർ പറയുന്നു. നിക്ഷേപകരിൽ ഭൂരിഭാഗം പേരും കേരളത്തിലാണെങ്കിലും കേസ് നടക്കുന്നത് തമിഴ്നാട് കോടതിയിലാണ്. ഇരകൾക്ക് നീതി വൈകുന്നതിനാൽ മുഖ്യമന്ത്രി ഇടപെട്ട് കേസ് CBIക്ക് കൈമാറണമെന്നാണ് നിക്ഷേപകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.